നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ചുമന്ന് നല്ല കുഴഞ്ഞ് ഗ്രേവിയോടുകൂടിയുള്ള ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി അല്ലെങ്കിൽ മല്ലിപ്പൊടി ആയാലും മതി. ഇനി ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് ഒരു ചെറിയ 6 ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും അതും ഇട്ട് കൊടുക്കുക. 4-5 കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാലപ്പൊടികളുടെ കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ആ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാം നന്നായി മൂത്ത ഒരു മണം വരുമ്പോൾ ഓഫാക്കി നന്നായി ഇളക്കി ഒന്ന് അരച്ചെടുക്കുക. ചെറുതായി ഒന്ന് ആറിയ ശേഷം ഇതൊരു മിക്സിയുടെ ജാറിനകത്തേക്കിട്ട് നന്നായി അരച്ചെടുക്കുക. മസാലയൊക്കെ മാറ്റിയ ശേഷം നമ്മളിതിനകത്തേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരല്പം കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന 2 സവാള കൂടി ചേർത്ത് കൊടുക്കുന്നു. അത് ആ എണ്ണയ്ക്കകത്തിട്ട് നന്നായി ഇളക്കി വഴട്ടി എടുക്കുക. ഉള്ളിയെല്ലാം വഴണ്ട് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കിനും ഇതിനകത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉള്ളി മസാലയും കൂടെ നന്നായി യോജിപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞിടുക. തക്കാളി ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ആ മിക്സിയിൽ പറ്റിയിരുന്ന മസാലയെല്ലാം കൂടി ഒന്ന് കഴുകി ഒഴിക്കുകയാണ് ഇതിനകത്തേക്ക്. കൂടാതെ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ആ ഉള്ളിയും തക്കാളിയും ഒന്ന് ചെറുതായി മുങ്ങത്തക്ക രീതിയിൽ, ഈ ഒരു രീതിയിൽ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരല്പസമയത്തേക്ക് അടച്ചു വെച്ച് വേവിക്കുക. രുചിക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് രുചിയൊക്കെ നോക്കി എരിവ് ഇത്തിരി കൂടി വേണമെങ്കിൽ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് നന്നായി കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടകൾ ഇട്ട് കൊടുക്കുക. മുട്ടകൾ നന്നായി മസാലയുമായി യോജിപ്പിച്ചെടുക്കുക. ഇനി ആ ചെറുതായിട്ടുള്ള വെള്ളം കൂടി നന്നായി ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇച്ചിരി കൂടി ഒന്ന് ഇരുന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കിനും നന്നായി ചുമന്ന് കുറുകി മുട്ട റോസ്റ്റായി മാറും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് കൂടി പറയുക. ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നിടം വരെ ശുഭദിനം. ബൈ.